അപ്പം ഇന്നിതാ ഇടിച്ചക്ക വെക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അത് സിമ്പിളായിട്ട് എങ്ങനെ വെക്കാമെന്ന് നമ്മൾ പല വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. എന്നാലും നിങ്ങളെ കണ്ടിട്ടുണ്ടാവില്ല, നിങ്ങൾ വെക്കുന്നതിനായപ്പല്ലേ വൈക്കുമ്പോൾ ഞാൻ പറഞ്ഞു. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ വീട്ടിൽ എല്ലാവരും ഉള്ള ദിവസത ഇതുപോലെ ഐറ്റംസൊക്കെയാണ് കേട്ടോ ഉണ്ടാക്കാറ്. നാടൻ ഐറ്റംസാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം കൂടുതൽ കേട്ടോ. അപ്പോൾ ലീവുള്ള ടൈമിൽ ഞങ്ങളിതാ ഇതുപോലെ അങ്ങോട്ട് തട്ടിക്കൂട്ടും. അത് സിമ്പിളായിട്ട് എങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ട് നാടൻ റെസിപ്പി ഉണ്ടാക്കാമെന്നാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇവിടെയൊക്കെ നടുതലെന്ന് പറയും, നിങ്ങളവിടെ എന്താ പറയുന്നത് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ എൻ്റെ മൂത്തയുടെ വീട്ടിൽ നിന്ന് വാങ്ങിച്ചു കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ അത് നമ്മൾ നല്ല രീതിയിൽ അങ്ങോട്ട് പുഴുങ്ങിയെടുക്കാമെന്ന് വിചാരിച്ച്. ഈവനിങ് ഒക്കെ നല്ല രസമാണ്. ഈവനിങ് മോർണിംഗ് ഒക്കെ നമുക്കൊരു 10 മണിക്കൊക്കെ കഴിക്കാൻ അടിപൊളിയാണ്. അപ്പോൾ അത് ഉമ്മ അത് ഉപ്പിട്ട് ഇങ്ങനെ വേവിച്ചിരുന്നുണ്ട്. പിന്നെ അതിലേക്ക് വേണ്ടിയിട്ട് ഒരു ചമ്മന്തി ഉണ്ടാക്കുന്നുണ്ട്. ഇതിലേക്ക് മാത്രമല്ല, നമ്മൾ ചോറിൻ്റെ കൂടെ ചോറങ്ങിട്ട് ഇറങ്ങണമെന്നുണ്ട്. ഈ ഒരു ചമ്മന്തി ഉണ്ടാക്കിയാൽ മതി കേട്ടോ. വെളുത്തുള്ളിയും അതുപോലെ തന്നെ നമ്മുടെ ചീരാപറങ്ങിയൊക്കെ ഇട്ടിട്ടുള്ളതായിട്ടോ. പിന്നെ കുറച്ച് പുളിയുടെ നീരും ഉമ്മ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഉപ്പൊക്കെ ഇട്ടിട്ട് ഒരു കുത്തിട്ട് സെറ്റാക്കി എടുത്തിട്ടോ. പിന്നെ നമ്മൾ നടുതലത ഇവിടെ വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇതും ആ ഒരു ചമ്മന്തിയും കൂട്ടി അടിക്കുക, ഒരു രക്ഷയില്ല. ഇതാണ് കേട്ടോ ഞാൻ അടിച്ചിട്ടുള്ള ആ ഒരു ചമ്മന്തി. കുറച്ച് വെളിച്ചെണ്ണയൂടെ ആഡ് ചെയ്യണം കേട്ടോ. സംഭവം സെറ്റാണ് കേട്ടോ. നമ്മൾ എത്ര കഴിക്കണമെന്ന് പോലും അറിയില്ല, അത്രയും നല്ല ടേസ്റ്റാണ് ഈ ഒരു ചമ്മന്തിയും കൂട്ടിയിട്ട്. പൂള കഴിച്ചാലും ഈ ഒരു സംഭവം കഴിച്ചാലൊക്കെ കേട്ടോ. അപ്പം ഇന്നിതാ ഇടിച്ചക്ക വെക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അത് സിമ്പിളായിട്ട് എങ്ങനെ വെക്കാമെന്ന് നമ്മൾ പല വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. എന്നാലും ഞാൻ വിരുന്ന് പോയപ്പോൾ കൊണ്ടുവന്ന സംഭവമായിട്ട് ഇടിച്ചക്ക. അപ്പോൾ ഇത് നമ്മൾ ഇന്ന് തോരൻ ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഇടിച്ചക്ക വെച്ചിട്ട് നമ്മളെങ്ങനെ എന്താ ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. ഇത്രയും സിമ്പിളായ മെത്തേഡ് പിന്നെ വേറെ ഇല്ല കേട്ടോ ഗൈസ്. അപ്പോൾ ഉണ്ടാക്കാൻ മടിയുള്ളവരും അരിയാൻ മടിയുള്ളവരും എന്തായാലും ഈ ഒരു ഇത് ഫോളോ ചെയ്തോളൂ. അപ്പോൾ പല ഭാഗത്ത് ഇടിച്ചക്ക ആയിട്ടുണ്ട്, പഴുത്ത ചക്കയൊക്കെ ആയിട്ടുണ്ടല്ലേ. പക്ഷെ എനിക്കിത് എൻ്റെ മൂത്തയുടെ വീട്ടിൽ പോയപ്പോഴാണ് ഈ ഒരു ഇടിച്ചക്ക കിട്ടിയിട്ടുള്ളത്. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ട് ഒന്നും നോക്കില്ല, ഒന്ന് ഞാൻ എടുത്തു പോകുന്നതാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഉള്ളിലുള്ളായിരുന്ന ആ ഒരു പശയൊക്കെ നമ്മളിതാ ജസ്റ്റ് ഇങ്ങനെ തുടച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അതിന് ശേഷമാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പം ഞാൻ ഒരു പേപ്പർ എടുത്തിട്ടാണ് കേട്ടോ ഇങ്ങനെ തുടച്ചെടുക്കുന്നത്. അപ്പോൾ തന്നെ സിമ്പിളായിട്ട് പോരും. അല്ലെങ്കിൽ നിങ്ങൾ നമ്മുടെ ചകിരിത്തുപ്പൊക്കെ എടുത്ത് ചെയ്താൽ പെട്ടെന്ന് തന്നെ ആ ഒരു പാല് നമുക്ക് എടുക്കാം കേട്ടോ. അതിന് ശേഷം നമുക്ക് സിമ്പിളാണ് പരിപാടി. ഏതറിയാത്ത ആളുകൾക്കും അരിയാൻ മടിയുള്ള ആളുകൾക്കും ഈ ഒരു മെത്തേഡ് നോക്കിയാൽ മതി. ഞാനിതിന് മുന്നേ ഇടിച്ചൊക്കെ ഇടുന്ന മാത്രം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് എന്തായാലും ഞാൻ മുകളിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് കാണാത്തവരൊന്ന് കാണുക. പല ആളുകളും ചെയ്യുന്നത് തന്നെ, ചെയ്യാൻ അറിയാത്തവരും ചെയ്യുന്നവരും ഒന്ന് ഫോളോ ചെയ്തോളൂ. സംഭവം സെറ്റാണ്. അപ്പോൾ ഞാനെടുത്ത ഈ ഒരു ഇടിച്ചക്കൊക്കെ കുറച്ച് അധികം ഒരു മുള്ളുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്ത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ മുള്ളോടെ തന്നെ കട്ട് ചെയ്തെടുക്കട്ടെ. അപ്പോൾ ഞാൻ വിചാരിച്ചു രണ്ടാമത് ഇനി അതെടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ആ ഒരു മുള്ളൊന്ന് അടർത്തി മാറ്റുന്നുണ്ട് കേട്ടോ. സംഭവം ഇതെടുക്കണം എന്നില്ല, പക്ഷെ ഞാൻ എൻ്റെ ഒരു സമാധാനത്തിനെന്ന് പറയില്ലേ, അങ്ങനെ അങ്ങോട്ട് എടുത്താണ് കേട്ടോ. അപ്പം ഞാൻ അതൊക്കെ അങ്ങോട്ട് എടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിതാ ഒരു ചെറിയ പീസാക്കണതേ ഉള്ളൂ കേട്ടോ. വേറെ ഒന്നും ചെയ്യേണ്ട, കുഞ്ഞു പീസാക്കി ഇങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി. ബാക്കി എന്തൊക്കെയെന്ന് കാണാം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന വ്യൂസ് ആണെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഫോളോ ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും വെറൈറ്റി വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ എന്തായാലും താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം. ഇതുപോലെ പീസാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാനിതെല്ലാം അങ്ങനെ സെറ്റാക്കി എടുക്കുന്നുണ്ട്. ഇതുപോലെ കുഞ്ഞു പീസാക്കി വെച്ചിട്ടുണ്ട്. ഒരുപാട് പീസാക്കൊന്നും വേണ്ട, നിങ്ങൾ വേണമെങ്കിൽ മാത്രം ആ മുള്ളെടുത്താൽ മതിയിട്ടുള്ളൂ. അല്ലെങ്കിൽ അതുപോലെ തന്നെ നമുക്ക് വേവിച്ചെടുക്കാം. കാരണം പെട്ടെന്ന് അത് വെന്താലും ഇങ്ങോട്ട് കൈ വെച്ചിട്ട് മാറ്റാവുന്നേ ഉള്ളൂ കേട്ടോ. പക്ഷെ എനിക്ക് ചെറിയൊരു മുള്ള ഫീൽ ചെയ്തുകൊണ്ട് മാത്രമാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ വീഡിയോയിലൊന്നും എടുത്തിട്ടില്ല. പക്ഷെ ഇത് വേറെയുള്ളവർ ചക്ക ആയപ്പോൾ നമുക്ക് എത്രത്തോളം ഇതിൻ്റെ വേവും കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ. പിന്നെ നല്ല രീതിയിൽ നമ്മളത് വാഷ് ചെയ്തെടുക്കുന്നുണ്ട്. വാഷ് ചെയ്യുന്നത് ഉമ്മയാണ് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാം വാഷ് ചെയ്ത് ക്ലീനാക്കി എടുക്കുന്നുണ്ട്. ചക്കയും മാങ്ങയൊക്കെ കണ്ടാൽ പിന്നെ ഞാൻ സത്യം പറഞ്ഞാൽ വെറുതെ വിടൂല കേട്ടോ. അതെൻ്റെ ഒരു ഫേവറേറ്റ് ഒരു ലിസ്റ്റിൽ പെട്ടതാണ്. എൻ്റെ നല്ല ഇക്കാടയൊക്കെ കേട്ടോ.
അപ്പോൾ ഇതൊക്കെ വാഷ് ചെയ്ത് നമ്മൾ വലിയൊരു കുക്കർ അങ്ങോട്ട് എടുത്തിട്ടുണ്ട്. കാരണം ഇതൊക്കെ ഒന്ന് വെന്ത് റെഡി ആവണ്ടേ. അപ്പോൾ വലിയ കുക്കറിൽ തന്നെ ഉമ്മ അത് ഓരോന്നായിട്ട് ഇങ്ങോട്ട് ഇടുന്നുണ്ട് കേട്ടോ. അതിനുശേഷമാണ് ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ സെറ്റാക്കുന്നത്. കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടത്. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് വെന്ത് വരണ്ടേ, അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ച് നമ്മുടെ ഉപ്പും ഇട്ടിട്ട് അങ്ങോട്ട് വേവിച്ചെടുക്കുകയാണ്. അപ്പം നിങ്ങളൊരു വിസിലോ അല്ലെങ്കിൽ 2 വിസിലൊക്കെ ആകുമ്പോൾ ഓഫ് ചെയ്യണം കേട്ടോ. പക്ഷേ ഇത് നമ്മൾ ചെറുതായിട്ടൊന്ന് വേവ് ഏറിയിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ ഉണ്ടാക്കുന്ന ചക്കയല്ലല്ലോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഒരു ടൈം മാറ്റം വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. പിന്നെ അധികം ആൾക്കാർ തൂമ്പിച്ചെടുക്കലല്ലേ, അത് നല്ല ടേസ്റ്റാണ്. പക്ഷെ ഞാനത് വേറൊരു സ്റ്റൈലിലൂടെ വെക്കാൻ പോവാണ്. ഞാൻ തേങ്ങ എടുത്തിട്ടുണ്ട്, ചെറിയ ഉള്ളി, അതുപോലെ തന്നെ കുറച്ച് ചീരാവറങ്ങി എടുത്തിട്ടുണ്ട് കേട്ടോ. അതെടുത്തിട്ട് ഒരു തേങ്ങ അരച്ചിട്ട് അതിൽ ആഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അതൊരു വേറെ ടേസ്റ്റാണല്ലോ. തേങ്ങ ഇനി എന്ത് സാധനത്തിലേക്ക് ആഡ് ചെയ്താൽ അതൊരു പ്രത്യേക ടേസ്റ്റാണല്ലോ. അപ്പോൾ ഒന്ന് മാറ്റി പിടിക്കാൻ വേണ്ടിയിട്ട് റെസിപ്പി ഒന്ന് ഇതാക്കാൻ വേണ്ടിയിട്ട് സെറ്റാക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. പക്ഷേ നല്ല ടേസ്റ്റാണ്. അപ്പം ഞാനത് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ആ ഒരു ടൈമിൽ നമ്മളെ കുക്കറിൽ ഇങ്ങനെ നമ്മുടെ ഇതിങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇന്ന് ഈ വീട്ടിൽ എത്ര വിഭവമാണെന്നില്ലേ. അതെ, ഇന്നിതാ ഉപ്പേരി വെക്കാൻ പോകുന്നുണ്ട്. പച്ചവായ്ക്ക ഉണ്ടായിരുന്നു, അപ്പോൾ അത് ഉപ്പേരി വെക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ രാവിലെ ഒരു 10 മണിക്ക് ഉണ്ടാക്കിയായിരുന്നു നടുതല. പിന്നെ നമ്മൾ ഉച്ചക്കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു നമ്മുടെ ചക്ക കേട്ടോ, ഇടിച്ചക്ക. ഇതും പിന്നെ ഉപ്പേരിയായിട്ട് കൂട്ടാമെന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ചിലപ്പോൾ അങ്ങനെയാണ്, കുറേ സംഭവം ഉണ്ടാകുമ്പോൾ അങ്ങനെ കുറേ ഐറ്റംസ് നമ്മൾ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. പക്ഷെ വീട്ടിലെല്ലാവരും ഉണ്ടാകുമ്പോൾ അതങ്ങോട്ട് പെട്ടെന്ന് കഴിയും. കാരണം എല്ലാവർക്കും ഇഷ്ടമാണ്. ചോറ് കുറച്ച് കമ്മിയായിട്ട് കഴിക്കും. ഇങ്ങനത്തെ ഐറ്റംസൊക്കെ കൂടുതലായിട്ട് കഴിച്ചിട്ട് വയറങ്ങോട്ട് ഫില്ലാക്കും കേട്ടോ. അങ്ങനെയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാൻ കുക്കർ ഓപ്പൺ ചെയ്തപ്പോൾ നമ്മുടെ ഇടിച്ചക്ക കുറച്ച് വേവ് അധികമായി പോയിട്ടുണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ചെറിയൊരു ഫാൾട്ട് പറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും അതിനനുസരിച്ച് വിസിൽ ശരിയാക്കി എടുക്കുക. ഒരു വിസിലോ അല്ലെങ്കിൽ മാക്സിമം 2 വിസിലൊക്കെ മതി കേട്ടോ. അപ്പോൾ ഇത് കുറച്ചൊന്നും ഇങ്ങോട്ട് വെന്തിട്ടുണ്ട്. വെന്താൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ അതിലേക്ക് തൂമ്പിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചെറിയ ഉള്ളിയും അതുപോലെ കരിവേപ്പിൻ്റെലൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇങ്ങനെ എടുക്കുന്ന ടൈമിൽ ആ മുള്ളുണ്ടെങ്കിൽ ജസ്റ്റ് കൈ കൊണ്ട് ഇങ്ങോട്ട് എടുത്താൽ അത് പെട്ടെന്ന് മാറ്റാൻ പറ്റും കേട്ടോ. സംഭവം സിമ്പിളാണ്. ഇനി നമ്മളെ കയ്യിലുള്ള സ്പൂണോ അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് ഉടച്ചെടുക്കുക. ഞാനിങ്ങനത്തെ ഒരു സ്റ്റിക്ക് ഉണ്ട് ഇവിടെ ഉടച്ചെടുക്കുന്നത്. നമ്മുടെ പൊട്ടാറ്റോ ഒക്കെ ഉടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഹൈപ്പർ മാർക്കറ്റിലും സൂപ്പർ മാർക്കറ്റിലൊക്കെ ഈ ഒരു സംഭവം ഉണ്ടാവും. അതുപോലെ പാത്രക്കടയിലൊക്കെ. ഇത് സംഭവം വലിയ റേറ്റ് ഒന്നുമില്ല, പക്ഷെ നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവം കേട്ടോ. കേട്ടോ, നമ്മുടെ ഇത് ഇത്രയും സോഫ്റ്റ് ആയിട്ട് ഇങ്ങോട്ട് കിട്ടും കേട്ടോ. പിന്നെ ഇത് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല വെളിഞ്ഞീനുള്ളൊരു ചക്കയാണ്. അപ്പോൾ എങ്ങനെ ടേസ്റ്റ് ഉണ്ടോയെന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ല. അപ്പോൾ എന്തായാലും ഞാനിത് ഉടച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും വേണമെന്ന് ശരിക്കും നമ്മുടെ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ ഉടച്ചാൽ മതി. അത്രയും സോഫ്റ്റ് ആയിട്ടായിരിക്കും നമ്മളിത് ഉണ്ടാവുക. പിന്നെ ഞാനൊരു ചട്ടി വെച്ചിട്ടുണ്ട്, നമുക്കത് തൂമിച്ചെടുക്കണ്ടേ. അപ്പോൾ അതിലേക്ക് നല്ലൊരു വെളിച്ചെണ്ണ ഇങ്ങോട്ട് ആഡ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കുഞ്ഞുള്ളി നമ്മൾ അരിഞ്ഞതുകൂടി ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എത്രത്തോളം ഉള്ളി ഇടുന്നോ അതുപോലെ തന്നെ കരിവേപ്പൊക്കെ ഇടുന്നോ അത്രയും ടേസ്റ്റാണല്ലേ നമ്മൾ വറവിടുന്ന ഐറ്റംസിൽ. അപ്പം ഞാൻ കുറച്ച് ഉള്ളി അത്യാവശ്യം ഇങ്ങോട്ട് എരിഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ബാക്കിയുള്ള നമ്മളെ കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ വറ്റൽമുളക് ഭയങ്കര ടേസ്റ്റാണല്ലേ, ഇതിലേക്കൊക്കെ ആഡ് ചെയ്ത് കൊടുത്താൽ. പക്ഷെ വറ്റൽമുളക് ഇല്ലായിരുന്നു, അതിൻ്റെ പൊടിച്ച ഐറ്റംസ് നമ്മളെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഉള്ളത് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടോ. ഏതായാലും ഒരേ ഐറ്റമല്ലോ, ഒന്ന് പൊടിച്ചതും ഒന്ന് നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ മുറിച്ചെടുത്ത് ആ ഒരു വ്യത്യാസമല്ലേ ഉള്ളൂ വിചാരിച്ചിട്ട് നമ്മളിവിടെ പൊടിച്ചത് വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പൊടിച്ച മീൻസ് അതിൻ്റെ കുരുകളൊക്കെ ഉള്ള ഐറ്റം. അപ്പോൾ അതിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നല്ല രീതിയിൽ നമ്മൾ ഉടച്ചെടുത്തിട്ടുണ്ടായിരുന്ന നമ്മുടെ ഇടിച്ചക്ക ഇങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വേറൊരു കാര്യം, അതിൻ്റെ ഇടയിൽ ഞങ്ങൾ സാധാരണ നമ്മളധികം ഇങ്ങനെയാണ് വെക്കൽ, തൂമ്പിച്ചാണ് വെക്കൽ നമ്മൾ. അപ്പം ഞാനൊരു പുതിയൊരു വേർഷൻ ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് പാളിയിട്ടുണ്ടായിരുന്നു. എന്താണെന്നല്ലേ, നമ്മൾ അരപ്പുണ്ടായിരുന്നു, നമ്മൾ തേങ്ങ ഒക്കെ അരച്ചത് ജസ്റ്റ് ഇതിന് ശേഷമാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു ചെറിയൊരു ഫാൾട്ട് എനിക്ക് പറ്റിയിട്ടുണ്ട്. കാരണം നമ്മൾ നോർമലി ഉണ്ടാക്കുന്നതിന് ചെറിയൊരു ഡിഫറൻറ്റ് വരുമ്പോൾ പെട്ടെന്ന് നമ്മളെ മൈൻഡിൽ നിന്ന് മാറുമല്ലോ. അപ്പോൾ ഇത് നമ്മൾ നല്ല രീതിയിൽ ഇളക്കി കൊടുത്തതിന് ശേഷമാണ് നമ്മുടെ തേങ്ങയുടെ ആ ഒരു അരപ്പ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. പക്ഷെ ഇങ്ങനെ കഴിക്കാൻ എൻ്റെ ഇടിച്ചക്കയൊക്കെ ഭയങ്കര ടേസ്റ്റാണല്ലേ.
ഇടിച്ചക്കായാലും അതുപോലെ തന്നെ നമ്മുടെ കപ്പയായാലും ഒക്കെ. പക്ഷേ ഇന്ന് നമ്മൾ ചെറിയൊരു മാറ്റം വരുത്തിയതാണ്. അതിന് ശേഷം നമ്മൾ കുറച്ച് നമ്മൾ അരച്ച് വെച്ചിട്ട് തേങ്ങയുടെ ആഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഫാൾട്ട് നിങ്ങൾക്ക് പറ്റാതെ കേട്ടോ, എനിക്ക് ചെറിയൊരു ചേഞ്ച് പറ്റിയാണ് സംഭവം. എന്തായാലും ഇത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മാത്രം ആഡ് ചെയ്യുക. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അതിന് ശേഷം നല്ല രീതിയിൽ ഇളക്കി ഒന്ന് സെറ്റാക്കിയിട്ടുണ്ട്. നമ്മൾ ഒരുപാട് മഞ്ഞൾപ്പൊടിയൊന്നും ഇട്ടിട്ടില്ല. ഒരുപാട് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടാൽ കളറ് നല്ല ഉണ്ടാവും. പക്ഷേ ഇതൊരു അത്ര ഇടാത്തതുകൊണ്ടാണ് ഈ ഒരു വൈറ്റ് അല്ല, ഒരു ലൈറ്റ് ഒരു ഷെയ്ഡായിട്ട് തോന്നുന്നത്. പക്ഷേ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല കേട്ടോ, ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഈ പാത്രത്തിൽ നിന്നൊക്കെ എടുത്തതിന് ശേഷം ഒരു മഞ്ഞ കളറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഇടിച്ചക്കൻ്റെ റെസിപ്പി കേട്ടോ. സംഭവം സിമ്പിളാണ്. ഏത് പാചകം ചെയ്യാൻ അറിയാത്തവർക്കും അടുക്കളയുടെ പടി കാണാത്തവർക്കും ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല, അത്രയും സിമ്പിളായിട്ടുള്ളതാണ്. അതും ഒരു ഉമ്മ എപ്പോഴും പറയല് മായമില്ലാത്ത ഐറ്റംസ് എന്നാണ്. മായമില്ല മാത്രമില്ല എന്നിട്ട് വെറുതെ നമ്മളെ കളിയാക്കണം, അങ്ങനെ പറഞ്ഞ പോലെയാണ് കേട്ടോ. കാരണം ഒന്നുമില്ലാതെ നമ്മളെ വീട്ടിൽ വളപ്പിലുണ്ടാകുന്ന ഐറ്റംസ് വെച്ചിട്ട് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാം കേട്ടോ. അതിനുശേഷം ഞാൻ അങ്ങോട്ട് തട്ടാൻ വേണ്ടിയിട്ട് പോവുകയാണ്. സംഭവം സെറ്റാണ്, ഒരു രക്ഷയില്ല. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ എന്തായാലും ഈ വീഡിയോസും ഈ ഒരു ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. അടുത്തൊരു വെറൈറ്റി വീഡിയോ തൽക്കാലം നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ബൈ.